നമസ്കാരം. അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. അരൂർ 8-ാം വാർഡിലെ കാട്ടിത്തറ പാലം രണ്ടായി ഒടിഞ്ഞ് വെള്ളത്തിൽ മുങ്ങി. യാത്രാ സൗകര്യം മുടങ്ങിയതിൽ പ്രദേശവാസികൾക്ക് വൻ പ്രതിഷേധം. അരൂർ 8-ാം വാർഡിൽ കാട്ടിത്തറ വട്ടക്കേരി റോഡുമായി ബന്ധിപ്പിക്കുന്ന പഞ്ചായത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള കോൺക്രീറ്റ് പാലം തകർന്നിട്ട് 3 ആഴ്ചകളായി. നാളിതുവരെയായിട്ടും പരിഹാരമുണ്ടാകാത്തതിൽ പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുന്നു. നിരവധി ആളുകൾ കാൽനടയായും ഇരുചക്രവാഹനങ്ങളിലൂടെയും സഞ്ചരിച്ചിരുന്ന ഗ്രാമീണ പാതയാണിത്. അടിയന്തരമായി പാലം പുനർനിർമ്മിക്കണമെന്നാവശ്യമുന്നയിച്ച് നൂറുകണക്കിന് പരിസരവാസികളുടെ ഒപ്പുശേഖരണത്തോടെ ഒരു ഹർജി തയ്യാറാക്കി പഞ്ചായത്തിലെത്തിച്ചിട്ടുണ്ട് എന്നറിയുന്നു. പാലം പുനർനിർമ്മിക്കാനുള്ള എസ്റ്റിമേറ്റ് പഞ്ചായത്ത് അധികൃതർ തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. കാലവിളംബം കൂടാതെ പാലം എത്രയും വേഗം പുനർനിർമ്മിച്ച് യാത്രാക്ലേശത്തിന് പരിഹാരം കാണണമെന്നും അതുവരെ താൽക്കാലികമായി സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്നുമാണ് പരിസരവാസികളുടെ ആവശ്യം. ഞങ്ങൾ ഇവിടെ കൂടെയാണ് പോണത്. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിലെ പോകാൻ. കുറേ കൂടെയാണ് ഞങ്ങൾ പോണത്. എന്തിനും ഇതിനും ഉപയോഗിച്ചിരിക്കുന്ന പാലമാണ്. ഞങ്ങൾക്കൊന്ന് പിള്ളേർക്ക് സ്കൂളിൽ പോകാനും അതേപോലെ തന്നെ അമ്പലത്തിൽ പോകാനും വട്ടക്കേരി അമ്പലത്തിൽ പോകാനും മറ്റുള്ള ആവശ്യങ്ങൾക്ക് എന്തിനും ഒന്ന് കടയിൽ പോകണമെങ്കിൽ പോലും ഞങ്ങൾക്ക് ഈ പാലമില്ലാണ്ട് വേറൊരു നിവർത്തിയില്ല. ഞങ്ങളുടെ നാടിനെ വെള്ളത്തിലാക്കിയ ഈ പാലം എത്രയും വേഗം ഞങ്ങൾക്ക് പൂർത്തീകരിച്ച് തരണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. ഭാഗത്ത് ഈ ഇവിടെയുള്ള ജനങ്ങൾക്ക് എല്ലാവർക്കും പോകാനുള്ള ഒരു പാലമായിരുന്നു. ആ പാലത്തിൽ കൂടെ ഞങ്ങളുടെ ഈ പ്ലാസ്റ്റിക് എടുത്തുകൊണ്ട് പോകണം. 6 വശത്ത് റോഡിൽ ഇട്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന് ഓരോ വീടുകളിൽ നിന്നും പ്ലാസ്റ്റിക് ശേഖരിക്കുന്നത്. പണിയാണ് ഞങ്ങൾക്ക്, കഷ്ടപ്പാടാണ് ഞങ്ങൾക്ക്. ഇതിനൊരു ശരിയാക്കി തരാനുള്ളത് അപേക്ഷിക്കുന്നു. നിലവിലെ 15-ാം വാർഡ് മെമ്പർ വി കെ മനോഹരൻ 2002-ൽ 8-ാം വാർഡ് മെമ്പറായിരുന്ന സമയത്ത് നിർമ്മിച്ച 22 വർഷം പഴക്കമുള്ള പാലമാണിത്. വേലിയേറ്റത്തിൽ കയറി വരുന്ന ഉപ്പുവെള്ളത്തിൻ്റെ സാന്നിധ്യം മൂലം കമ്പികൾ ദ്രവിച്ചതും ഉയരപ്പാത നിർമ്മാണം മൂലം ബദൽ യാത്രാ സംവിധാനമായി ഈ പാലത്തിലൂടെ ഗതാഗതം വർദ്ധിച്ചതും പാലം തകരാൻ കാരണമായിട്ടുണ്ട് എന്നാണ് പ്രദേശവാസിയും 15-ാം വാർഡ് മെമ്പറുമായ വി കെ മനോഹരൻ സൂചിപ്പിച്ചത്. ഒന്ന് വേലിയേറ്റം കൊണ്ട് പാലം പല സമയത്തും മുങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കമ്പികളൊക്കെ ദ്രവിച്ചു പോയിട്ടുണ്ട്. ഇപ്പോൾ എലിവരി ഹൈവേയുടെ വർക്ക് നടക്കുന്നതുകൊണ്ട് നൂറുകണക്കിന് ബൈക്ക്, ഓട്ടോറിക്ഷ മുതലായ വാഹനങ്ങൾ ഇതിലെ കൂടി മാത്രമാണ് പോയിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ലോഡ് താങ്ങാൻ പറ്റാത്ത കൊണ്ടാണ് ഈ പാലം പെട്ടെന്ന് ഈ 1 മാസത്തിന് മുമ്പ് ഒടിഞ്ഞു വീണത്. ഒരു 155 പേര് ഒപ്പിട്ട ഒരു മാസ് പെറ്റീഷൻ പഞ്ചായത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അരൂർ വളരെ പുരാതനമായ വട്ടക്കേരി ക്ഷേത്രത്തിലേക്കും പിന്നെ സെൻറ്റ് ആൻ്റണീസ് പള്ളിയിലേക്കും അരൂർ സ്കൂളിലേക്കും ഒക്കെ പോകാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് ഈ വഴിയാണ്. ഈ ഗ്രാമപ്രദേശത്തെ ഈ വഴിയാണ്. ഇത് ഇപ്പോൾ എല്ലാവരും വന്ന് തിരിച്ചു പോകുന്ന ഒരു സ്ഥിതിയാണ് ഇവിടെ ഉള്ളത്. അങ്ങോട്ട് കടക്കാൻ പറ്റുന്നില്ല. 2 കരയെ രണ്ടാക്കിയിട്ടുള്ള ഒരു രീതിയിലേക്കാണ് ഒടിവ് കൊണ്ട് നമുക്കുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈ പാലം പണിയാനുള്ള അനന്തര നടപടികൾ പഞ്ചായത്ത് സ്വീകരിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. വട്ടക്കേരി റോഡിലൂടെ ചന്തിരൂർ വരെ തടസ്സമില്ലാതെ യാത്ര ചെയ്യാൻ കഴിയുന്നതിനാൽ വിദ്യാർത്ഥികൾക്കും ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും തൊഴിലുറപ്പുകാർക്കും അയൽക്കൂട്ടങ്ങൾക്കും ഏറെ പ്രയോജനകരമായിരുന്ന പാലമാണിത്. ഭരണഘടന അനുശാസിക്കുന്ന സഞ്ചാര സ്വാതന്ത്ര്യത്തിന് തടസ്സമുണ്ടാകുന്നതിനാൽ അടിയന്തരമായി പാലം പുനർനിർമ്മിക്കാനുള്ള നടപടികൾ ആരംഭിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി LS അശോക് കുമാർ. നന്ദി.